ഇതിലിപ്പോൾ രാഷ്ട്രീയം കളിക്കാൻ നമുക്ക് എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് ഈ രാഷ്ട്രീയം കളിക്കുന്നതെന്നൊരു ചിന്ത വേണം. ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അധികാരം കിട്ടണ്ടേ? ഇന്ത്യയിലെ അധികാരം ഈ ദേശീയതയ്ക്കും രാഷ്ട്രത്തിൻ്റെ സൈനിക സംവിധാനങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച് എന്ന് ഇന്ത്യയിൽ അധികാരം നേടുമെന്നാണ്? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യക്കാർ അതിനെ ഒരിക്കലും അനുകൂലിക്കില്ല. അതിന് എന്തൊക്കെ സംഭവിച്ചാലും രാഷ്ട്രത്തിൻ്റെ ആ ഒരു അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ കൂടെ എന്നും ഇന്ത്യക്കാർ നിലനിന്നിട്ടുള്ളൂ, അല്ലാതെ മാറി നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വലിയൊരു ഭരണത്തിലുണ്ടായിരുന്ന പല പാർട്ടികളും തകർന്ന് തരിപ്പണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ നിലപാടുകൾക്ക് ദൗർബല്യം ഉണ്ടാകുന്ന തരത്തിലായിരിക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെയുള്ള ഇത്തരം പ്രസ്താവനകൾ സഹായിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പാകിസ്ഥാനെ തന്നെയാണ് സഹായിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. പണ്ട് പാകിസ്ഥാനിൽ പോടാ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഇത്തരം ആളുകൾ പാകിസ്ഥാനിൽ പോകുക തന്നെയാണ് വേണ്ടത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. കാര്യം നമ്മുടെ സൈനികർ, എത്രത്തോളം സൈനികരുടെ വീരമൃത്യുവിലൂടെയാണ് നമ്മളിന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. കാര്യം ഇപ്പോൾ ഒരു ആക്രമണം നടന്നു, എത്ര ആക്രമണങ്ങൾ തടഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പറയുന്നു, പക്ഷേ എത്ര ആക്രമണങ്ങൾ തടഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെ ഒരാക്രമണമെങ്കിലും നടക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട്. പക്ഷേ ഈ തടയുന്ന ആക്രമണങ്ങളെ പറ്റി നമ്മൾ അറിയുന്നില്ല. ആക്രമണങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇത്തരത്തിൽ ഉള്ള നിലപാടുകളുള്ളവർ യഥാർത്ഥത്തിൽ ഇവിടുന്ന് പോവുകയാണ് വേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് അവർ പോകേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.